അസ്സലാമലൈക്കും. ആബിൻ്റെ അക്കിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ, ചെറിയ ഉള്ളി, 4 വെളുത്ത ഉള്ളിൻ്റെ അല്ലി, ഇതൊക്കെ പാട് ഇതും പിന്നെ കുറച്ചൊരു 5-6 വറ്റൽമുളക്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഒരു പച്ചമുളക്, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി. ഞാൻ ഉണക്ക ചെമ്മീനാണ് ഇത്. വാലും തലയൊക്കെ കളഞ്ഞ് കഴുകി ഒന്നുകൊണ്ട് ചൂടാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെന്താണ് വെളുത്തുള്ളിൻ്റെ അല്ലി, 3-4 വെളുത്തുള്ളിൻ്റെ അല്ലിയുണ്ട്. ഇതും ഈ മുളകും കൂടി ഒന്ന് ചതച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു വെള്ളമില്ലാതെ ഒരു കുഴമ്പ് രൂപത്തിലൊരു ചെമ്മീൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ചെമ്മീൻ്റെ റോസ്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ പോകുന്നത്. നല്ല രസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും സുഖമല്ലേ? മഴയൊക്കെ ഉണ്ടോ? എടുത്തും ഇവിടെ ഭയങ്കര മഴ കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് തന്നെ അറിയൂല, അങ്ങനെ മഴ. അപ്പോൾ ഇതൊക്കെ കൂടെ ഞാനൊന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ മുളകൊന്ന് ചതച്ചെടുത്തിട്ടോ. ഇതും കൂടെ ഒന്നിട്ട് ചതച്ചെടുക്കാം നമുക്ക്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. കാരണം നല്ല എരിവും പുളിയും ചെമ്മീനും ഒക്കെ കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനതൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കട്ടെ. ഇങ്ങനെ ഒതുക്കിയെടുക്കുക. അങ്ങനെ ഒതുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊക്കെ കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പുളി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഈ മുളകൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. പിന്നെ കറിവേപ്പിൻ്റെ ഇല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനമേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? പിന്നെ അവിടെ മഴയൊക്കെ ഉണ്ടോ? വെള്ളപ്പൊക്കം ഉണ്ടോ? നമ്മളവിടെ വെള്ളപ്പൊക്കമൊന്നുമില്ല കേട്ടോ. മഴ ഇപ്പോൾ ഇന്നലെ ഇന്നുമാണ് നല്ല മഴ ആയിട്ട് പെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയൂല. അപ്പോൾ നിങ്ങൾ ഒക്കെ ക്ഷമിക്കുക. ഒച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത് ഇതിലേക്ക് മാറ്റുക. നമുക്ക് കുറച്ചൊരു മുളക് പൊടി ഇടണം. എരിവുണ്ടെങ്കിൽ ഇടണ്ട. ഇതാണ് നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ച് അളവിലാട്ടോ ഉണ്ടാക്കണ. നിങ്ങൾക്ക് പിന്നെ കുറച്ചധികം വേണം തോനുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 3 ആൾക്കുള്ളതാണ് ഇപ്പം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന വേണമെങ്കിൽ കുറച്ചധികം എടുക്കുക. അതൊക്കെ കേട്ടോ. ചെമ്മീൻ ഇതാണ്. ഇതിൻ്റെ വാലും തലയൊക്കെ നുള്ളിയിട്ട് കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മളിത് ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോവുകയാണേ. ഇപ്പോൾ പുളിവെള്ളം ഉണ്ട്. ഇത് പിഴിഞ്ഞെടുക്കണം ഒന്ന്. അപ്പോൾ ഞാൻ ഒരു പാത്രം വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ചതച്ച് വെച്ചതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക കേട്ടോ. നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അങ്ങനെ ഒരു കൂട്ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുക. ചെമ്മീൻ പൊടിയൊക്കെ കുറഞ്ഞ വിലക്ക് കിട്ടുമല്ലോ. അപ്പോൾ മീനിനൊക്കെ വലിയ വിലയല്ലേ. അപ്പോൾ നമ്മളിങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി നോക്കുക. അഥവാ കിട്ടിയില്ലെങ്കിൽ ചില ആൾക്കാർക്ക് മീനില്ലാഞ്ഞാൽ എന്താപ്പോൾ പറയുക, ചോറുണ്ണാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി വരും. മീനില്ലാതെ ഇപ്പം എങ്ങനെ ചോറുണ്ണാന്നൊക്കെ ഉള്ളത്.
അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ മീനില്ലെങ്കിലും നമുക്ക് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ അതാ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്ക് തീരെ സബ്സ്ക്രൈബ് ഒന്നും ആയില്ല. ഞാൻ 2-3 കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്. ഇതുവരെ നമുക്ക് ഒന്നും ആയിട്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ ഒന്ന് എന്താ പറയുക, നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ആദ്യം മുതൽ അവസാനം കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ നിങ്ങളെ കൂടെ നിർത്തണം കേട്ടോ. അപ്പോൾ അതാ ലേശം കടുക് കുറച്ചാണ്ട് ഇട്ട് കൊടുത്താൽ മതി, ഒരു 1/2 സ്പൂണ്. അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കൊരു കുറച്ച് ഉലുവ, അതായത് കുറച്ച് എന്ന് പറയുന്നത് ഞാൻ ഇതാ തോനടരുത്, 2-3 മണി ഇതിൽ കാരണം നമുക്ക് അളവ് കുറവാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചിട്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിക്ക് നമുക്ക് തോന വേണമെങ്കിൽ ഒക്കെ ഒന്ന് കൂട്ടി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ച ഉള്ളി മുളകും ഒന്ന് ഇതിലിടും. തീ ലേശം കുറക്കണം തോന്നുന്നു. പുക വരുന്നുണ്ട്, കുറച്ച് തീ കുറക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിപ്പോൾ ഈ ചെമ്മീൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ വാലും തലയും ഒന്ന് നുള്ളി പിന്നെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് നല്ലോന്ന് പിഴിഞ്ഞിട്ട് ഒന്നാണ്ട് ചട്ടിയിലിട്ട് നല്ല ഞെരിക്ക വറക്കണ്ട. നമുക്കിപ്പോൾ ഇതിൽ പുളിവെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ എന്തായാലും അത് കുഴഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊന്നുകൊണ്ട് വറുത്തെടുക്കുക. ഇതിട്ട് കൊടുക്കുക. തക്കാളി, പച്ചമുളക്, ഒരു പച്ചമുളകാണേ. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ തക്കാളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളത്തിന് ഈ പുളിക്ക് വാളംപുളിക്ക് ഒരു കുറഞ്ഞൊരു വേവുണ്ട്. ഇതൊന്നിങ്ങോട്ട് വെന്ത് കിട്ടണം. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല തോന വെള്ളത്തിലല്ല കേട്ടോ അത് ഉണ്ടാക്കണേ. നമ്മൾ ഉപ്പിട്ട് കൊടുത്തില്ല, ഉപ്പിട്ട് കൊടുക്കുക. ഈ എരിവ് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് പിന്നെന്താണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം, ഒരു 1/4 സ്പൂണൊക്കെ. എരിവുണ്ടാവും ഇത്, കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്താണ് വറ്റൽമുളകും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ചില വറ്റൽമുളകിന് എരിവുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അത് നമ്മൾ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. തോന വേണ്ട കേട്ടോ. ഇത്തിരി മതി, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. എരിവ് കുറവാണ്, കുറച്ചിട്ട് കൊടുക്കാം. ഞാനെല്ലാം കുറച്ച് നാട്ടോ പറയൽ. ഒരു 1/4 സ്പൂണൊക്കെ മതി. ഇതല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് നമുക്ക് അത്ര മതിയാവും. ഇനിയാണ് നമ്മളെ ചെമ്മീൻ ഇട്ട് കൊടുക്കണം.
ഇതിപ്പോൾ ഞാനൊന്ന് വറുത്തതുകൊണ്ടാട്ടോ അല്ലേ കുറച്ച് ലാസ്റ്റ് ഇട്ട്, അല്ലെങ്കിൽ ഈ പുളിവെള്ളം പാരുന്നതിൻ്റെ മുമ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ കറിവേപ്പ് ഇട്ട് കൊടുക്കാം, 2 തണ്ട് കറിവേപ്പ്. പിന്നെ എത്ര ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കട്ടോ, നല്ലതാണല്ലോ. നമുക്കൊന്ന് നോക്ക് എന്തൊക്കെയാണ്. ആയി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി ടേസ്റ്റാ. ഇത് മാത്രം മതി ചോറുന്നാൻ. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി, വേറെ കൂട്ടാനൊന്നും വേണ്ട, കറിയൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയല്ല. അങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കണേ, നമുക്കതൊന്നും ഇങ്ങോട്ട് വരുന്ന കാണില്ല, അതുകൊണ്ടാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടോ. എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. തീ ഓഫാക്കുക.